ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പബ്ലിക് ഓഡിയോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു 12 ഇഞ്ചിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നും വരുന്നതാണ്. ഒരു 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സ്പീക്കറാണ്. താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു ഐറ്റമാണ് ഈ ക്യാപിറ്റലിൻ്റെ സ്പീക്കർ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 7 ഇഞ്ച് സൈസ് വരുന്ന ഒരു നിയോണിയം ട്യൂട്ടറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഗ്രില്ല് ഒക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ബാഗിലത്തെ ആ ഒരു ബനാന സോക്കറ്റ് നല്ല ക്വാളിറ്റിയുള്ള MXൻ്റെ സോക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബനാന സോക്കറ്റിലേക്ക് നമുക്ക് വയർ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്ക്വയറിൻ്റെ വയറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിനി ഇതിലേക്ക് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്കിനി നമ്മുടെ സ്പീക്കർ സോക്കറ്റ് കൂടി ഒന്ന് സോൾഡർ ചെയ്യാം. നമ്മളുടെ സ്പീക്കർ സോക്കറ്റ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ യെല്ലോ ആണ് പ്ലസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, മൈനസ് ബ്ലാക്കും. നമുക്ക് ഇതിനെ ഒന്ന് ബോക്സിലേക്ക് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സ്പീക്കർ സോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബോക്സ് 3/4 ഇഞ്ചിൻ്റെ പ്ലൈവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലൊരു ഹാൻഡിലൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നിയോണിയം ട്യൂട്ടറാണെന്ന് പറഞ്ഞു. ട്യൂട്ടർ നമുക്കൊന്ന് എടുക്കാം. അതായത് 7 ഇഞ്ച് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആ ട്യൂട്ടർ ഒന്ന് കണക്ട് ചെയ്യാം. ഇവിടെ ട്യൂട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അതിലേക്ക് ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ 3.3 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്, നോൺ പൊളാരിറ്റി കപ്പാസിറ്ററാണ്. നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ ഇട്ട് വേണം എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ട്യൂട്ടർ നമ്മൾ ക്രോസ് ഓവർ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ട്യൂട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ ഇടണം. നമ്മളിവിടെ വയർ എടുത്തിരിക്കുന്നത് കോപ്പറാണ്, പക്കാ കോപ്പർ വയർ തന്നെയാണ്. ഇത് 0.5 ആണ് വയർ. അപ്പോൾ നമുക്കിനി ഈ ട്യൂട്ടർ ഒന്ന് നമുക്ക് വയർ വെച്ച് സോൾഡർ ചെയ്തെടുക്കാം. നമ്മളിവിടെ ട്യൂട്ടർ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ട്യൂട്ടറിൻ്റെ പോസിറ്റീവിലേക്കായിരിക്കണം നമ്മൾ കപ്പാസിറ്റർ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ പോസിറ്റീവിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വയറൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പോസിറ്റീവ് തന്നെ നമുക്ക് സോൾഡർ ചെയ്യാം. ഇനി ഈ ഒരു ക്യാബിനിലേക്ക് നമുക്ക് ഇനി ഇത് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. ഈ ട്യൂട്ടർ ഒന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കാം. നല്ല കറക്റ്റ് പക്കയായിട്ട് തന്നെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി നമ്മൾ ഈ വെച്ച ട്യൂട്ടർ ഈ ക്യാബിനറ്റിലേക്ക് ഈ സ്പീക്കറിൻ്റെ ബോക്സിലേക്ക് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഫുൾ റേഞ്ച് സ്പീക്കർ ക്യാപിറ്റലിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് നമുക്ക് പൊട്ടിക്കാം. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു അത്യാവശ്യം ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലൊക്കെ ആകുന്ന ഒരു സ്പീക്കറാണ് ഇത്, ഫുൾ റേഞ്ച് സ്പീക്കറാണ്.
താരതമ്യേന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ചെയ്യുന്നുണ്ട്. ഇത് 12 ഇഞ്ചാണ്. പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാലും പേപ്പറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സൈഡ് ബീഡിങ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ബീഡിങ്ങാണ്. മാഗ്നറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല മാഗ്നറ്റാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ വയറുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വയറുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു നമുക്ക് ഈ ബോക്സിലേക്ക് നമ്മളുടെ ഫുൾ റേഞ്ച് സ്പീക്കർ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ബോക്സ് ഇങ്ങനെ ഒന്ന് എടുത്ത് ചരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വയറൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇത് ട്യൂട്ടറിൻ്റെ വയറാണ്. നമുക്കിനി ഈ സ്പീക്കറിലേക്കുള്ള പോസിറ്റീവും ട്യൂട്ടറിലേക്കുള്ള പോസിറ്റീവ് രണ്ടും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്കിനി നമ്മളുടെ സ്പീക്കറിൻ്റെ കണക്ഷൻ നമുക്കൊന്ന് സോൾഡർ ചെയ്യണം. അതിനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതുപോലെ സ്പീക്കറിൻ്റെ ഒക്കെ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സോൾഡർ ചെയ്യുന്ന ഈ ലെഡ് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത് സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഈ വയർ ഇതിലേക്കൊന്ന് കണക്ട് ചെയ്യാം. അത് നമുക്ക് പോസിറ്റീവ് വയർ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്കിനി നമ്മളുടെ ഈ സ്പീക്കർ നമുക്കൊന്ന് ക്യാബിനറ്റിലേക്ക് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫുൾ റേഞ്ച് സ്പീക്കർ നമ്മുടെ ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ടുകൂടി നമുക്കൊന്ന് എല്ലാ സ്ക്രൂകളും ഒന്നുകൂടി ഫൈനലായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. എല്ലാം നല്ല പക്കയായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ സ്പീക്കറെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഇത് നമുക്കെപ്പോഴും സ്പീക്കർ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണിത്. അത് എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി ഞാൻ ഒന്ന് പറയുകയാണ്. നമ്മുടെ ഈ ബാഗിൽ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് പ്ലസ്സിൽ പ്ലസ്സും മൈനസിൽ മൈനസും നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ബാറ്ററി, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് AA ബാറ്ററിയാണ്. ബാറ്ററി എടുത്തതിന് ശേഷം മൈനസിലും പ്ലസ്സിലും വെച്ച് കഴിയുമ്പോൾ ഇതാ ഒരു സൗണ്ട് കേൾക്കും. സ്പീക്കർ നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് ഒക്കെ കറക്റ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടില്ല, അതിൻ്റെ കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന പൊളാരിറ്റി ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്പീക്കറിൻ്റെ ആ ഒരു പേപ്പർ ഫ്രണ്ടിലേക്ക് തള്ളി വരുന്നത്. നമ്മൾ പൊളാരിറ്റി മാറുകയാണെങ്കിൽ അത് ബാക്കിലേക്ക് പോകും. നമുക്കിനി ഇതിൻ്റെ ഗ്രില്ലൊന്ന് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽ ഗ്രില്ലാണ്, പൗഡർ കോട്ടിങ് ചെയ്തിരിക്കുന്ന ഗ്രില്ലാണ്. അതുകൊണ്ട് തന്നെ തുരുമ്പ് എടുക്കുകയൊന്നുമില്ല. എത്ര കാലം കഴിഞ്ഞാലും ആ തുരുമ്പൊക്കെ എടുക്കാതെ ഇരുന്നോളും. ഫ്രണ്ട്സ്, നമ്മുടെ ഫുൾ റേഞ്ച് സ്പീക്കർ ബോക്സിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.